എല്ലാ ദിവസവും രാത്രിയാവുമ്പോൾ ഇന്നത്തെ ഒരു ദിവസം വെറുതെ പോയല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്ന ഒരാളാണോ നിങ്ങൾ? കുറേ കാലം ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ടൈമിനെ കയ്യിലേക്ക് എടുത്ത് ലൈഫ് കുറച്ചും കൂടി ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവനായും കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും പോയിന്റ്സ് കണക്ട് ആവുകയാണെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ നോക്കുക. ഏതൊരു കാര്യത്തിനെ നമ്മൾ മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ ഒരു അനാലിസിസ് നമ്മൾ നടത്തണം. അതിപ്പോൾ ടൈം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ സമ്പത്തായിക്കോട്ടെ, നമ്മുടെ ആരോഗ്യം ആയിക്കോട്ടെ, ഏതെങ്കിലും രീതിയിൽ ഒരു പ്രോഗ്രസ്സിലേക്ക് നമുക്ക് പോകണം, അല്ലെങ്കിൽ അത് പോണത് കറക്റ്റ് ട്രാക്കിലല്ല എന്ന് നമുക്ക് ബോധ്യം വരണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് അതിൻ്റെ അനാലിസിസ് ആണ്. അതിന് വേണ്ടത് ഒരു ശരിയായ മൈൻഡ് സെറ്റ് ആണ്. എൻ്റെ ജീവിതം ഇങ്ങനെ പോയാൽ പോരാ, അല്ലെങ്കിൽ ഞാൻ സമയം ഇങ്ങനെ വിനിയോഗിച്ചാൽ പോരാ. എല്ലാവർക്കും ഒരുപാട് സമയമുണ്ട്, എന്നെ പോലെ തന്നെ ഒരുപാട് സമയങ്ങളാണ് ഉള്ളത്. പക്ഷെ കുറേ ആളുകൾ അത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നു, ഞാൻ എവിടെയോ പിന്നിലായി പോകുന്നു. ആ ഒരു തോന്നലിൽ നിന്നാണ് നമുക്ക് ടൈം ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നത് തന്നെ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സമയത്തെ ഒന്ന് ചിട്ടപ്പെടുത്തുക. ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഇല്ലാതെ ഈ സമയം എങ്ങോട്ടാണ് കടന്നു പോകുന്നതെന്ന് ഒന്ന് ക്രോഡീകരിക്കാം. ഒരു ദിവസമോ ഒരാഴ്ചയോ നമുക്കിതിനു വേണ്ടി എടുക്കാം. വർക്കിംഗ് പ്രൊഫഷണലോ സ്റ്റുഡൻറ്റോ ആരോ ആയിക്കോട്ടെ, നമുക്കതിനെ കൃത്യമായിട്ടൊന്ന് അനാലിസിസ് ചെയ്യാൻ പറ്റും. എങ്ങനെ അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് രാത്രി കിടക്കുന്ന വരെയുള്ള നമ്മുടെ ഒരു ടൈം, അതിനെ നമ്മൾ ഒന്ന് ക്രോഡീകരിക്കുക. ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഞാൻ ഇത് ചെയ്തു എന്ന രീതിയിൽ ഒരു അനാലിസിസ് നടത്തി ഈസി ആയിട്ട് ഒരാഴ്ച കൊണ്ട് നമ്മുടെ ടൈമിൻ്റെ ഒരു കാൽക്കുലേഷൻ നമ്മൾ കൈപ്പിടിയിലാക്കാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഈ ടൈം അനാലിസിസ് നടത്തുന്ന സമയത്ത് നമ്മൾ വിട്ടുപോകാത്ത ഒരു കാര്യം നമ്മൾ നോക്കണം. ഒരു 6 മുതൽ 7 മണിക്കൂർ ഉറക്കം നമുക്ക് കിട്ടുന്നുണ്ടോ? അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊരു കോംപ്രമൈസും ഇല്ല. എവിടെ നിന്ന് നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയാലും അതിൽ സ്ലീപ്പ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു വർക്കിംഗ് പ്രൊഫഷണലോ സ്റ്റുഡൻറ്റോ ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് കുറച്ച് ആ രീതിയിലേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടാവും. അതപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സമയം, ജോലിക്ക് എത്ര സമയം പോകുന്നുണ്ട്, അല്ലെങ്കിൽ സ്കൂള് കോളേജ്, നമ്മളൊരു ഹൗസ് വൈഫ് ആണെങ്കിൽ ആ രീതിയിലേക്ക് നമ്മുടെ എത്ര സമയം പോകുന്നുണ്ട്, അത് പ്രൈമാണ്. ഉറക്കവും നമ്മുടെ ഈ ജോലിയോ സ്കൂളോ ഹൗസ് വൈഫ് ആണെങ്കിൽ അത്തരം കാര്യങ്ങൾക്കുള്ള സമയമോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പം അതിനൊരു ഫിക്സഡ് ടൈം ഉണ്ട്. എല്ലാ ദിവസവും അത് അത്രയും തന്നെ കൊടുക്കേണ്ടിയും വരും. അപ്പം അത് സെക്കൻഡ് തിങ് ആണ്. പ്രയർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ക്ലിയർ ആക്കി. അപ്പം 2 കാര്യങ്ങൾ നമ്മൾ ചെയ്തു. നമ്മൾ നമ്മുടെ ടൈം ക്രോഡീകരിച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഏറ്റവും പ്രൈം, നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രൈം ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി. ടൈം അനാലിസിസ് ഒക്കെ നടത്തി നമ്മുടെ പ്രധാനപ്പെട്ട സമയം എങ്ങടെ പോണേന്നും നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ റിമൈനിങ് ആയിട്ട് കുറച്ച് സമയം നമ്മുടെ കയ്യിലുണ്ടാവും. ചിലപ്പോൾ ഒരു 3 മണിക്കൂറായിരിക്കും, ചിലപ്പോൾ ഒരു 5 മണിക്കൂറായിരിക്കും. ഈ കിട്ടുന്ന സമയത്തെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ പോണ ഒരാളാണ് വ്യക്തി ജീവിതത്തിൽ കുറച്ചും കൂടി വിജയിക്കാനുള്ള ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ പോകുന്നത്. ചിലരാലോചിക്കും, എന്തിനാണ് ഇങ്ങനെ സമയമൊക്കെ എഴുതി കണക്ക് കൂട്ടി ഉള്ള പോലെ അങ്ങ് ജീവിച്ചാൽ പോരെ? ഉള്ള പോലെ ജീവിച്ചാൽ മതി, ഇതുപോലെ തന്നെ പോയാൽ മതി എന്നുള്ള ആളുകൾ ഇവിടെ കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയായിരിക്കും നല്ലത്. ജീവിതത്തിൽ ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് പോകണം. ഇത്ര നാൾ ജീവിച്ച പോലെ പോരാ, സമയം ഫലപ്രദമായിട്ട് വിനിയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റും. ഇതിന് ഒരു തരത്തിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള ചിലവുകളോ അല്ലെങ്കിൽ നമ്മുടെ ഒരു 5 മിനിറ്റ് നേരത്തെ സമയം മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് വളരെ ഒരു ഇൻസൈറ്റ് തരുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ സമയം നമ്മൾ കണക്കൂട്ടി നമ്മുടെ കയ്യിൽ ഒരു 3 മണിക്കൂറോ 5 മണിക്കൂറാണ് ഫ്രീ ആയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഓരോ ദിവസത്തെയും ബുദ്ധിമുട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വീട്ടമ്മമാരാണെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സമയം പോകുന്നുണ്ടായിരിക്കും. സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ രാവിലത്തെ ഒരുക്കത്തിനായിരിക്കും കുറേ സമയം പോകുന്നുണ്ടാവാം. അപ്പം നമുക്ക് ഇത് എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മീൽ പ്രിപ്പറേഷൻ എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് കിടക്കാം. അതിന് വേണ്ടത് ഒരു പ്രോപ്പർ പ്ലാനിങ് ആണ്. മീൽ പ്രിപ്പറേഷൻ ഇൻ ദ സെൻസ് ഓഫ് വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ സ്കൂൾ കുട്ടികളാണെങ്കിൽ പ്രിപ്പയറിങ് ഫോർ ടുമാറോ ആ ഒരു സ്റ്റെപ്പ് എടുത്താലും മതി. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നാളെ എന്താണ് എൻ്റെ ആക്ടിവിറ്റി എന്നുള്ളതിനെ പറ്റി ഏകദേശം ഒരു ധാരണ വേണം. എല്ലാ ദിവസവും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ജീവിക്കാനും നടക്കാനും ഒന്നും പറ്റണ കാര്യമല്ല. പക്ഷെ ഏകദേശം ഒരു സ്വാഭാവികത നമ്മുടെ ജീവിതത്തിന് ഇത്ര വർഷങ്ങളോട് എന്തായാലും ഉണ്ടായിരിക്കും. ആ സ്വാഭാവികതയിൽ ഊന്നിയായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ജോലിക്ക് പോണ ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ജോലിക്ക് വിടേണ്ട ഒരാളാണെങ്കിൽ, കുട്ടിക്ക് സ്കൂളിൽ പോകണം എന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്കറിയാം ഇന്ന കാര്യങ്ങൾ ഡേ ടു ഡേ അവിടെ അത് വേണം. ഇതിന് വേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക. ഇന്ന് രാവിലെ അടുക്കളയിലേക്ക് പോയിട്ട് എന്താ ഉണ്ടാക്കണ്ടേന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. അല്ലെങ്കിൽ രാവിലെ സ്കൂൾ ബാഗിലേക്കുള്ള പുസ്തകങ്ങൾ ചിതറി കിടക്കുമ്പോൾ പറക്കിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മുടെ സമയം പോകും. ഒരു ചെറിയ കാര്യത്തിൽ തൊട്ട് പോലും സമയം നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ തലേ ദിവസമേ ഒന്ന് പ്ലാൻ ചെയ്യാം.
എന്താണ് പ്ലാൻ ചെയ്യേണ്ടത്? ഞാൻ നാളെ എൻ്റെ പ്രൈമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ പ്രോസസ്സിങ് ചെയ്യണം, കിച്ചണിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഒരുക്കി വെക്കണം, ജോലിക്ക് പോകണമെങ്കിൽ എനിക്ക് പെട്ടെന്ന് എടുത്താൽ കിട്ടുന്ന രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് പ്ലാൻ ചെയ്യാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ ഒരു പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ നോക്കുക. നാളത്തെ ദിവസത്തിൽ പ്രധാനപ്പെട്ട ഒരു 3 കാര്യം, ഇത് എന്ത് വന്നാലും ഞാൻ ചെയ്തിരിക്കണം എന്നുള്ളൊരു കാര്യം ഉണ്ടാവുമല്ലോ, അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അതിനുശേഷം പിന്നത്തേക്ക് മാറ്റി വെക്കാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്യാവുന്ന, പോസ്റ്റ്പോൺ ചെയ്യാവുന്ന, വർക്ക് ഡെലിഗേറ്റ് ചെയ്യാവുന്ന, വേറെ ആളെ ഏൽപ്പിച്ചാലും നടക്കും എന്നുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ. അപ്പം നമ്മുടെ പ്രസൻസ് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യിച്ചെടുക്കാം. പോസ്റ്റ്പോൺ ചെയ്ത് എന്ന് വെച്ചാൽ പ്രോക്രാസ്റ്റിനേഷൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, മാറ്റിവെക്കലുകളല്ല. അത് ഏറ്റവും പ്രയറായിട്ട് ഇന്ന് വേണ്ടതല്ലെങ്കിൽ അതിനനുയോജ്യമായ മറ്റൊരു ദിവസത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ സമയത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഏറ്റവും പ്രയറായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമയം ഒരു തരത്തിലും വേസ്റ്റായി പോവാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. സമയം മാനേജ് ചെയ്യാതെ ഒരുപാട് കാലം സമയം പാഴായി പോയ ഒരാളാണ് ഞാൻ. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇന്നത്തെ പോലെ ശ്രമിച്ച് ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോൾ എത്തുന്ന ലക്ഷ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ആളുകൾക്ക് എത്തിച്ചേരാവുന്ന ലക്ഷ്യങ്ങളിലേക്ക് മുൻപേ എത്തിച്ചേരാമായിരുന്നു. ഒരുപാട് സ്ട്രെസ് അടിച്ച് ഒരുപാട് കാര്യങ്ങൾ എവിടെയും തൃപ്തിയില്ലാതെ പലപ്പോഴും ചില കോറലുകളെങ്കിലും മുന്നിൽ കൂടെ കടന്നു പോയിട്ട് അതിനുശേഷം ഒന്ന് റിഗ്രറ്റ് ചെയ്ത് ആലോചിക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സമയം തന്നെ എനിക്കും ഉണ്ടായിട്ട് ഞാൻ എന്താ അതൊന്ന് കൃത്യമായിട്ട് ചെയ്യാഞ്ഞേ എന്ന് വിഷമിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഇനിയും സമയമുണ്ട്. പോയതെല്ലാം പൊക്കോട്ടെ, പക്ഷെ ഇനിയുള്ള സമയം അത് നമ്മുടെ തന്നെ സമയമായിരിക്കണം. 3 കാര്യങ്ങളാണ് നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത്. ഒന്ന്, നമ്മൾ ടൈം അനാലിസിസ് നടത്തണം, നമ്മുടെ സമയം എവിടെ പോകണമെന്ന് കണ്ടുപിടിക്കണം. അതിൽ ഏറ്റവും പ്രയറായിട്ടുള്ള 2 കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ ഉറക്കം, അത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയും. കാരണം ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനും അതിൻ്റെ നിലനിൽപ്പിനും നമ്മളെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഉറക്കം. രണ്ടാമത്തത് നമ്മുടെ വർക്ക്. എന്താണോ നമ്മുടെ വർക്ക്, അതൊരു പ്രൊഫഷൻ ആകാം അല്ലെങ്കിൽ നമ്മൾ പോകേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ആകാം. അതിന് കഴിഞ്ഞിട്ടുള്ള സമയത്തെ നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാം. ആ മാനേജ്മെൻറ്റിൽ മീൽ പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ടുമാറോ പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം. അതിനുശേഷം നമ്മുടെ സമയം നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെ പോകണമെന്ന് ആലോചിക്കാം. അവിടെ വരുന്നൊരു വില്ലനാണ് മൊബൈൽ അഡിക്ഷൻ പോലുള്ള അനാവശ്യ സ്ക്രോളിങ്ങുകൾ. ഈ സ്ക്രോളിങ്ങുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, ഒരുപാട് സമയം നമ്മൾ ഇതിലേക്ക് ചെലവഴിച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പ്രവൃത്തി എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? വ്യക്തി ജീവിതത്തിൽ ഗുണം വരണമെങ്കിൽ കുറച്ച് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ഈ ചെയ്യണ കാര്യം എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? എല്ലാ ദിവസവും ഒരേപോലെ പ്രൊഡക്റ്റീവായിട്ട് ഒരിക്കലും ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു ദിവസം നമ്മൾ ചില ശീലങ്ങൾ വിട്ടുപോയേക്കാം, പക്ഷെ ഒന്നിൽ കൂടുതൽ ദിവസങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കില്ല. അപ്പം നമുക്ക് എല്ലാവർക്കുമുള്ള 24 മണിക്കൂറിനെ പ്രോപ്പറായിട്ട് വിനിയോഗിച്ച് നല്ലൊരു ലൈഫ് സ്റ്റൈൽ കെട്ടിപ്പടുക്കാനായിട്ട് ഈ സമയ ക്രമീകരണം നിങ്ങളെ എവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. കണ്ടന്റ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.